പോകുവിൻ പ്രഘോഷിക്കുവിൻ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളെയും സൃഷ്ടിപ്പെടുത്തുവിനെന്ന് പറഞ്ഞ ആ യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഞാൻ സിസ്റ്റർ നമിത ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇത് ഞാനാണ്. നമുക്കിവിടെ ചെരുപ്പ് കാണാം. അതെൻ്റെ ചെരുപ്പ് ഇവിടെ നോക്കിയിട്ട് ഞാൻ ചെരുപ്പ് വിൽക്കാൻ വെച്ചതല്ല. ഈ ചെരുപ്പ് ഒരു സിമ്പിളായിട്ട് കാണും. ഇതുപോലത്തെ ചെറിയ കുട്ടി വിമാനങ്ങൾ, ഈ വിമാനത്തിൽ 5-6 പേർക്കാണ് കയറാൻ പറ്റുള്ളൂ. അവർ നമ്മുടെ തൂക്കം നോക്കും. തൂക്കം നോക്കിയിട്ട് നമ്മുടെ തൂക്കം കൂടുതലാണെങ്കിൽ അവരൊരു സീറ്റിന് നമ്പർ കുറയ്ക്കും. നമ്മൾക്ക് രസമാണ്. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുക, യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതൊരു അടിപൊളി ജീവിതം. ചാട്ടുകരക്കാരെന്തും പോലെ ഏതും പോലെ ചുറ്റിപ്പണിഞ്ഞുള്ള വള്ളി പോലെ. Selamat siang, good afternoon. Welcome to Indonesia, the land of islands. നിങ്ങൾക്കെല്ലാവർക്കും ഏറ്റവും വലിയ ഐലൻഡുകളുടെ സമൂഹമായ ഇന്തോനേഷ്യയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സിസ്റ്റർ നമിത ലൂയിസ് കാഞ്ഞിരത്തിങ്കൽ. ഞാനൊരു മിഷണറി സിസ്റ്റേഴ്സ് ഓഫ് ദി ഇമാക്കുലേറ്റ് സഭയിലെ അംഗമാണ്. ഞങ്ങൾ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫോറിൻ മിഷൻ PIME സഭയിലെ അംഗമാണ് ഞാൻ. ഞങ്ങളുടെ മെയിൻ ജീവിതം, ഞങ്ങളുടെ ശരിയായിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ യേശുവിനെ അറിയിക്കുക. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞ യേശുവിൻ്റെ ആ വചനം മാർക്കോസിന് സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ സിസ്റ്റർ ആവുന്ന ആ നിമിഷം മുതൽ ഞങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. പോകുവിൻ പ്രഘോഷിക്കുവിൻ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളെയും സൃഷ്ടിപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞ ആ യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഞാൻ സിസ്റ്റർ നമിത ലൂയിസ് ഹൈദരാബാദ് പ്രോവിൻസിനാണ് ഞാൻ ആയിരുന്നത്. അവിടെ നിന്നും എന്നെ ഇന്തോനേഷ്യ മിഷനിലേക്ക് പെന്തക്കോസ്ത തിരുനാൾ ദിവസം എന്നെ ഇന്തോനേഷ്യ മിഷനിലേക്ക് അയച്ചു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു ജീസസ് യൂത്ത് മെമ്പറായിരുന്നു. വളരെയേറെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് യേശുവിനെ കൊടുക്കണം. അതും ഒരു മുസ്ലിം കൺട്രിയിലേക്കാണ് എന്നെ എൻ്റെ സഭാ അധികാരികൾ വിട്ടത്. അപ്പോൾ ഞാൻ അത്രയും സന്തോഷത്തോടു കൂടിയിട്ടാണ് ആ വിളി ഞാൻ സ്വീകരിച്ചതും. അങ്ങനെ ഞാൻ ഇന്തോനേഷ്യയിലേക്ക് ഞാൻ പോകുകയാണ്. 87% മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഇന്തോനേഷ്യ 17,504 ദ്വീപുകളുടെ സമൂഹങ്ങളാണ്. അതിൽ നമുക്ക് 38 രൂപതകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു രൂപതയിൽ തന്നെ 1000-ങ്ങളോളം ദ്വീപ സമൂഹങ്ങളാണ് ഒരു രൂപത എന്ന് പറയുന്നത്. ഈ രൂപതയിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് ഏറ്റവും അകലെയുള്ള ഒരു കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ഏരിയയായ താഞ്ചുങ് സെലോർ എന്ന് പറഞ്ഞ ഒരു രൂപതയിലാണ് ഞങ്ങൾ സേവനം അനുഷ്ഠിക്കുന്നത്. താഞ്ചുങ് സെലോർ, അത് കളിമന്താൻ നോർത്ത്, ഇവിടെയാണ് താഞ്ചുങ് സെലോർ. അതിൻ്റെ താഞ്ചുങ് സെലോർ രൂപതയുടെ ആസ്ഥാനം ഇവിടെയാണ് വരുന്നത്. പക്ഷേ എന്നെ അയച്ചിരിക്കുന്നത് ഈ ഏരിയ പറയുന്ന പേരാണ് അപ്പോ കയാൻ. അത് മുഴുവൻ കാട് പ്രദേശമാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സ്ഥലം കാണുകയാണെങ്കിൽ നമുക്ക് ഒരു തരം മനസ്സിലാവും. നമ്മളുടെ പ്രധാന ഡ്രസ്സ് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഈ തൊപ്പി വയ്ക്കണം. ഈ തൊപ്പിയിലൂടെ നമുക്ക് മഴയായാലും വെയിലായാലും നമ്മളിനെ സംരക്ഷിക്കും ഈ തൊപ്പി. ഇവിടെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഇടതുവശത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇത് ഞാനാണ്. ഇതേ തൊപ്പി തന്നെ എനിക്ക് അവർ സമ്മാനം തന്ന തൊപ്പിയാണിത്. ഞാനും ഇതൊരു ഇറ്റാലിയൻ അച്ഛനാണ്, എൻ്റെ കമ്മ്യൂണിറ്റി മെമ്പറാണ്. ഈ അച്ഛൻ വയസ്സ് 69 എങ്കിലും തായ്ലാൻഡിൽ 23 വർഷം മിഷണറിയായിട്ട് വർക്ക് ചെയ്ത ആളാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്കിവിടെ ചെരുപ്പ് കാണാം. അതെൻ്റെ ചെരുപ്പ് ഇവിടെ നോക്കിയിട്ട് ഞാൻ ചെരുപ്പ് വിൽക്കാൻ വെച്ചതല്ല. ഈ ചെരുപ്പ് ഒരു സിമ്പിളായിട്ട് കാണിക്കുന്നതാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നത് റോമക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 15-ാമത്തെ ദിവ്യവചനങ്ങൾ. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. അതിനാൽ തന്നെ
ഞങ്ങൾ 4 മണിക്കൂർ 5 മണിക്കൂർ ഇങ്ങനെ ഈ ഞങ്ങൾക്ക് റോഡുകളില്ല, ഞങ്ങൾക്ക് ബസ്സില്ല, കാറില്ല. ഞങ്ങൾ ഈ ഡ്രസ്സും ഈ തൊപ്പിയും ഞാൻ ഈ പാള ട്രൗസറും ഇതൊക്കെ ഇട്ടിട്ട് ഞങ്ങളിങ്ങനെ നടന്ന് ഇങ്ങനെ സന്തോഷത്തോടു കൂടിയിട്ട് കൊന്തിയും ചൊല്ലി 4-5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഞങ്ങളുടെ ക്രിസ്തീയ സമൂഹങ്ങളിലേക്ക് ഞങ്ങൾ എത്തിപ്പെടുന്നത്. ഇതാണ് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. റോമാക്കാർക്ക് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിലെ 15-ാമത്തെ ദിവചനം അങ്ങനെ ഈ ചെറിയ മിഷണറിമാരിലൂടെ പ്രാവർത്തികമാക്കുകയാണ്. യേശുവിൻ്റെ സുവിശേഷം ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഇനിയും കൂടുതൽ നമുക്ക് സാധ്യമാവട്ടെ. ഞാൻ പലപ്പോഴും ഇങ്ങനെ നടന്നു പോയിട്ടും ഇങ്ങനെ വഞ്ചിയിലൊക്കെ പോയിട്ട് വഞ്ചിയിൽ കയറിയിരുന്ന് പോയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം നമുക്ക് വഞ്ചിയിൽ പോകാൻ പറ്റുള്ളൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിരപ്പല്ല, ഇങ്ങനെ കുന്നുകൾ മലകൾ ഇങ്ങനെ കയറി പോകണം. അതിനാൽ തന്നെ അങ്ങനെ പോയിട്ട് നമുക്ക് ആത്മാക്കൾ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ഇതുപോലെ തന്നെ ഞാൻ വില്ലേജിൽ പോയി അവിടെ തനിച്ച് താമസിച്ച് ഈ 2 കുടുംബങ്ങൾ നമ്മുടെ കത്തോലിക്ക സഭയിലേക്ക് വന്നു. ഈസ്റ്ററിൻ്റെ ശനിയാഴ്ച രാത്രി 6 മണിക്കുള്ള കുർബാന, ഈസ്റ്റർ വിജിൽ കുർബാന എന്ന് പറയും. ആ കുർബാനയുടെ മധ്യത്തിൽ ഇവരുടെ ഫാമിലി, ഇവർ 2 പേരും ഒരു ഫാമിലിയാണ്. ഇത് 2 പേരും ഒരു ഫാമിലി. ഇവരുടെ മക്കൾ വീണ്ടും മറ്റു ദ്വീപുകളിൽ താമസിക്കുന്നു. അവർക്കും ഇതിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. പക്ഷെ അവർക്ക് കാറ്റഗിസം പഠിപ്പിച്ചിട്ടില്ല, അവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഞങ്ങളുടെ വാഹനങ്ങൾ ഇതൊക്കെയാണ് ചെറിയ ഇതുപോലത്തെ ചെറിയ കുട്ടി വിമാനങ്ങൾ. ഈ വിമാനത്തിൽ 5-6 പേർക്കാണ് കയറാൻ പറ്റുള്ളൂ. അവർ നമ്മുടെ തൂക്കം നോക്കിയിട്ട് നമ്മുടെ തൂക്കം കൂടുതലാണെങ്കിൽ അവർ ഒരു സീറ്റിന് നമ്പർ കുറയ്ക്കും. അപ്പോൾ അത്രയും ഒരു കാടിൻ്റെ മേലെ കൂടെ നമ്മൾക്ക് ഈ ഇതിലേക്ക് പോയിട്ട് പിന്നെ നമ്മൾ എത്തുന്ന ക്രിസ്തീയ സമൂഹങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. ഞാൻ അങ്ങനെ ഇതുപോലെ തന്നെ യേശുവിനെ പ്രഘോഷിക്കാനായിട്ടാണ് ഞാൻ തനിച്ചായിരുന്നു കമ്മ്യൂണിറ്റിയിലുണ്ടായിരുന്നത്. ഞാൻ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോകാറ്. എന്താ വെച്ചാൽ എനിക്ക് ആത്മാക്കൾ നേടാൻ സാധിക്കും എന്നുള്ളതിൽ. എനിക്ക് ഭാഷ അറിഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് കൃത്യമായിട്ട് ഭാഷകളൊന്നും അറിയില്ല. ഞാനൊരു ജീസസ് യൂത്ത് മെമ്പർ ആയതിനാൽ തന്നെ എനിക്ക് ഒരു വെല്ലുവിളിയുടെ ജീവിതം ഇഷ്ടമാണ്. ഞാൻ തനിച്ച് താമസിക്കുന്നത് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയതാണ്. പോകുന്ന സമയത്ത് ഞാൻ കേട്ടിരുന്നു ചേട്ടൻ ICUയിൽ കിടക്കുമായിരുന്നു അമലയിൽ. ICUയിലാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. വേറെ അച്ഛൻ്റെ ഒക്കെ നമ്പർ കൊടുത്തു പോയി. പക്ഷേ ചേട്ടൻ പെട്ടെന്നായിരുന്നു ചേട്ടൻ്റെ മരണം. മരിച്ച സമയത്ത് എനിക്ക് അറിയാനും സാധിച്ചില്ല. എനിക്ക് അവിടെ കറണ്ട് ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല. പിന്നെ ആത്മാവിൻ്റെ ഒരു പ്രേരണയാൽ ഞാൻ ജനങ്ങളോട് പറയുകയാണ്, എൻ്റെ ചേട്ടൻ ICUയിലായിരുന്നു, ഇപ്പം എങ്ങനെയുണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അവർ പറഞ്ഞ് ഈ സിസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വന്ന സിസ്റ്ററിനെ നമ്മൾക്ക് എന്തായാലും ഇൻ്റർനെറ്റ് എവിടെയെങ്കിലും പോയി കിട്ടണമെന്ന് പറഞ്ഞിട്ട് 45 മിനിറ്റ് നടന്നിട്ട് ഞാൻ പോകുന്ന സ്ഥലത്തു നിന്ന് അവർ ഒരു അരമണിക്കൂർ നേരം ഇൻ്റർനെറ്റ് വാങ്ങിച്ചു തന്നു. അതൊരു തരം ഇൻ്റർനെറ്റാണ്, നെറ്റാണ്. ആ കണക്ഷൻ എനിക്ക് വാങ്ങിച്ചു തന്നു. ഞാൻ അതിലൂടെ ഞാൻ എൻ്റെ ചേട്ടൻ്റെ മരണവാർത്ത അറിയുക ചെയ്തത്. പുജി തുഹാൻ ഞാൻ എപ്പോഴും പറയും. എന്താണെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു ചേട്ടൻ സ്വർഗത്തിലെത്തി. എനിക്ക് അതിലൂടെ കൂടുതൽ ആത്മാക്കൾ നേടാനായിട്ട് സാധിച്ചു. എനിക്കതിൽ ദുഃഖമൊന്നുമില്ല. എൻ്റെ ചേട്ടൻ പോയി എനിക്ക് സാധിച്ചില്ല. എനിക്ക് അറിഞ്ഞാലും എനിക്ക് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കുറേ ഫ്ലൈറ്റുകൾ കാത്തു നിൽക്കേണ്ടതായിട്ട് വരും. ഞാൻ ചൊവ്വാഴ്ച അവിടെ നിന്ന് പോന്നിട്ട് ഞാൻ ശനിയാഴ്ച ഇവിടെ എത്തിയ ആളാണ്. അപ്പം അത്രയും ദുഷ്കരമായ ഒരു യാത്രയാണ്. എങ്കിലും ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതം ഒരു ഫാമിലി പോലെയാണ്. അവിടെ ആചാരങ്ങളൊക്കെ എനിക്ക് വേണ്ടി എൻ്റെ ചേട്ടൻ്റെ ആത്മാവിന് വേണ്ടി ചെയ്തു. അവർ എല്ലാ വില്ലേജിലെല്ലാവരും ഓടി വന്നു. അവരെ ആചാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കരച്ചിൽ, നമ്മളുടെ വിഷയയിൽ ഞങ്ങളുടെ സഹോദരനാണ് മരിച്ചതെന്നാണ് അവർ പറഞ്ഞത്. അതിലും കൂടുതലായിട്ട് നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല. ഞങ്ങളുടെ സമൂഹം എന്ന് പറയുന്നത് ഞങ്ങൾ കൂട്ടായിട്ട് നമ്മൾ പണിയെടുക്കും. ഞങ്ങളുടെ പള്ളി പണിയാൻ തുടങ്ങിയിട്ട് 11 വർഷം കഴിഞ്ഞു. ഇതുവരെ പള്ളി പണി കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മെറ്റീരിയൽസ് കിട്ടാനായിട്ട് അതിനാവശ്യമായുള്ള സാധനങ്ങൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ മണ്ണ് കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ കൂട്ടമായി വർക്ക് ചെയ്ത് കൊണ്ടുവരും. ഞാനിവിടെ വർക്ക് ചെയ്യുന്നു ആൾക്കാരുടെ കൂടെ. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കോമൺ വർക്ക് എന്ന് പറയും. ഗോത്തോങ് റോയോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ വർക്ക്. എല്ലാവരും ഒരുമിച്ച്
അവരുടെ എല്ലാ പണികളും വിട്ടേച്ച് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ വർക്കിന് പോകും. നമുക്കതൊരു രസമാണ്. കുറച്ച് അധ്വാനമുള്ള കാര്യമാണെങ്കിലും നമ്മൾക്ക് രസമാണ്. അപ്പോൾ സുവിശേഷം പ്രസംഗിക്കുക, യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക, അതൊരു അടിപൊളി ജീവിതമാണ്. യേശുവിനെ കൊടുക്കാനായിട്ട് അത്രയും തീപ്പൊരി നമ്മുടെ ഹൃദയത്തിൽ ആ യേശുവിനെ കണ്ടെത്തിയാൽ പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ ഞാൻ എല്ലാം റബ്ബിഷായിട്ട് കണക്കാക്കുകയാണ്. ടു മീ ടു ലീവ് ഈസ് ക്രൈസ്റ്റ് എന്നാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം പറയുന്നത്. ടു മീ ടു ലീവ് ഈസ് ക്രൈസ്റ്റ്. യേശുവിനെ കണ്ടെത്തിയവർക്ക് പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. മരിയ മഗ്ദലേനോട് പറഞ്ഞില്ലേ, നീ ഓടിപ്പോയിട്ട് പറയുക, നീ ഇവിടെ ഇങ്ങനെ ചുറ്റുപിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല, നീ ഓടിപ്പോയി മറ്റുള്ളവരോട് പറയുക. അതേ സന്ദേശം തന്നെ എല്ലാ ലോകമെമ്പാടും അറിയട്ടെ എന്ന് നിങ്ങളുടെയൊക്കെ നല്ല പ്രവൃത്തികളിലൂടെയും ഈ ചാനലിലൂടെയൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടും ദൈവത്തിൻ്റെ സാമ്രാജ്യം ഈ ചെറിയ മാധ്യമത്തിലൂടെ ലോകം എല്ലായിടത്തും അറിയട്ടെ എന്നും ആശംസിക്കുകയാണ്. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഇന്തോനേഷ്യ മിഷനിലേക്ക് സ്വാഗതം. സലാമത് ദാതാങ്, പുജി തുഹാൻ, തെരിമ കാസിബാഞ്ഞ. ഞാൻ സിസ്റ്റർ നമിത ലൂയിസ് കാഞ്ഞിരത്തിങ്കൽ. ഞാൻ തൃശ്ശൂർ രൂപതയിലെ ചിറ്റാട്ടുകര ഇടവകയിലെ അംഗമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പഴയ പാട്ടുണ്ടല്ലോ, ചിറ്റാട്ടുകരക്കാരെന്തും പോലെ ഏതും പോലെ ചിറ്റിപ്പണിഞ്ഞുള്ള വള്ളി പോലെ. കേട്ടിട്ടുണ്ടാവുമെന്ന് അറിയില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ വീടുകളൊക്കെ അങ്ങാടികളാണ്. അങ്ങനെയാണ്. ഞാൻ അതിലത്തെ ചിറ്റാട്ടുകരയിലത്തെ ഒരു അംഗമാണ്. ഞാൻ എങ്ങനെയാണ് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ച് നെഹ്റു നഗർ അറിയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രദർ ജോസഫ് തൂലിക എന്നെ വിളിച്ചിരുന്നു. നിങ്ങളുടെ കുടുംബ യൂണിറ്റ് GGM ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻ തലോറിലെ ജെറുസലേം റിട്രീറ്റ് സെൻറ്ററിൽ വെച്ച് നടത്തിയപ്പോൾ എന്നെ അതിലേക്ക് ഒരു മെസ്സേജ് പറയാനായിട്ട് വിളിച്ചിരുന്നു. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ യൂണിറ്റായിട്ട് പരിചയപ്പെടുന്നത്. എനിക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് സെൻറ്റ് ജോസഫ് യൂണിറ്റിലേക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. എൻ്റെ ഒരു കുടുംബമായിട്ട് എനിക്ക് തോന്നാൻ കാരണം നിങ്ങളെല്ലാവരും ബൈബിൾ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവരാണ് ഞാൻ കണ്ടോടെ. നിങ്ങളുടെ കൂട്ടായ്മയോടുകൂടി നിങ്ങൾ എഴുതിയ സമ്പൂർണ്ണ ബൈബിള് അത് വളരെ വളരെ പ്രശംസനീയമാണ്. അത്രയും എനിക്ക് എന്താ പറയുക, എനിക്ക് എന്നെ കോരിത്തരിക്കുന്ന ഒരു അനുഭവം ഉണ്ടായത്. ഒരാൾ അതിൽ 5 പ്രാവശ്യം ബൈബിൾ എഴുതിയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു മിഷനറി, ഇന്തോനേഷ്യയിലെ ഒരു മൂലയിൽ കിടക്കുന്ന ഒരു മിഷനറി ഇവിടെ വന്നിട്ട് ഇങ്ങനെ സെൻറ്റ് ജോസഫ് യൂണിറ്റിൽ പങ്കെടുക്കാനും നിങ്ങളെ അനുമോദിക്കാനും നിങ്ങൾ ഒരു ഇൻസ്പിറേഷനായിരുന്നു എനിക്ക്. അതൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ അതിലെ അതിയായി സന്തോഷിക്കുകയാണ്. നിങ്ങളെ വീണ്ടും ഞാൻ അഭിനന്ദിക്കുന്നു. എല്ലാ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങൾക്കായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ നേരുന്നു. താങ്ക് യു. തെരുമ കാസി ബഞ്ഞ.